അതുപോലെ തന്നെ പലരും കരുതിയിരിക്കുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞു, ഞാൻ മാരീഡാണ് എന്നൊക്കെയാണ്. ഐ എം നോട്ട് മാരീഡ്. അതുപോലെ വേറെ കുറേ മീഡിയസിൽ ഞാൻ കണ്ടു ഞാൻ എന്താ പറയുക കല്യാണം കഴിഞ്ഞതാണെന്നൊക്കെ. ഞാൻ ഇതുവരെ എൻ്റെ അറിവിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. ഞാനിപ്പോഴും സ്റ്റിൽ സിംഗിൾ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ലൈനസ് കൃത്ത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ എവിടേക്കാണ് ഈ സുന്ദരമായിട്ട് പോകുന്നതെന്നല്ലേ ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്താ പറയുക, ഞാൻ ഡെയിലി ലൈവ് വരാറുണ്ട്. ഒരു ഈവനിങ് 8:30 അല്ലെങ്കിൽ 9 മണി, അതിൻ്റെ ഉള്ളിൽ ഞാൻ ഡെയിലി ലൈവ് വരാറുണ്ട്. ഒരു 1 hour നമ്മൾ എല്ലാവരും പാട്ടൊക്കെ പാടി വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കാറുണ്ട്. ഒരു മൈൻഡ് റിലാക്സിങ് പോലെയാണ്, നമുക്ക് കുറച്ച് നേരം സംസാരിക്കാൻ അങ്ങനെ. അപ്പോൾ ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വല്ല ഫങ്ഷനോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും ടൗണിൽ ഫ്രണ്ട്സിനൊപ്പം കറങ്ങാൻ പോകുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നു. എന്നാൽ അത് തെറ്റി കേസ്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിലും നല്ല സുന്ദരിയായിട്ട് പോവുള്ളൂ. യെസ്, ഇന്ന് ഞാൻ അതുപോലെ സുന്ദരിയായിട്ടാണ് പോകുന്നത്. ഇന്ന് നമ്മളധികം മേക്കപ്പ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കണ്ണെന്ന് എഴുതി ഞാൻ അതിലൊരു കുപ്പിയിൽ വെള്ളമൊക്കെ എടുത്ത് ഒഴിച്ച് കലക്കി കണ്ണൊക്കെ എഴുതി. കാരണം എൻ്റെ ഐലൈനർ ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണല്ലോ. പിന്നെ ലിപ്സ്റ്റിക്ക് തന്നെയാണ് നമ്മൾ ബ്ലഷായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ചെയ്തു, എന്നിട്ട് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. മുടി ഞാൻ കെട്ടിയില്ല. മുടി ജസ്റ്റ് അപ്പോൾ ഞാൻ ഇങ്ങനെ കൈകൊണ്ടാണല്ലോ കൂടുതൽ വലിച്ചെടുക്കാറ്. ഞാൻ ചീർപ്പ് അധികം യൂസ് ചെയ്യലില്ല. ചീർപ്പ് യൂസ് ചെയ്താൽ മൊത്തം മുടി കൊഴിഞ്ഞു വരും. അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഇന്നപ്പോൾ ഇന്ന് തല ഞാൻ കഴുകിയിട്ടില്ല കാലത്ത്. കാരണം ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് ഞാൻ മേലെ കഴുകിയുള്ളൂ. പിന്നെ പനിയുണ്ട്, അപ്പോൾ തല ഇന്ന് കുളിച്ചിട്ടില്ല. ഇനി വീട്ടിലെത്തിയിട്ട് എന്തായാലും ഹോസ്പിറ്റലിൽ പോയി വന്നു കഴിഞ്ഞാൽ എന്തായാലും കുളിക്കണം. പക്ഷെ തല കുളിക്കില്ല, കാരണം പനിയാണ്. പനി മാറിയിട്ടില്ല, ജലദോഷമുണ്ട്. ആരും ശ്വാസം കിട്ടുന്നില്ല. പനി വന്നാണ്ടേ ഭയങ്കര ചുമയുണ്ട്. കഫം മാക്സിമം ഞാൻ വലിച്ചിട്ട് തുപ്പി കളയുന്നുണ്ട്. ഇവിടെ വെള്ളമൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ പാടത്ത് കൂടെയാണ് ഇന്ന് ഷോർട്ട് കട്ട് എടുത്ത് ബസ് സ്റ്റോപ്പിക്ക് പോകുന്നത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ബ്ലഷ് ഇട്ടിട്ടുണ്ട്, ലിപ്സ്റ്റിക്ക് ഇട്ടു, പിന്നെ പിരികെ ഒന്നും ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് പിരികെ ഇങ്ങനെ നിൽക്കുന്നത്. എനിക്ക് ഐബ്രോ പെൻസിൽ കണ്ടപ്പോൾ പിരികെ എഴുതണം. പക്ഷേ പിരികെ എഴുതി കഴിഞ്ഞാലോ കോക്കാച്ചിയുടെ പോലെ ഉണ്ടാവും. കാരണം പിരിക്കുമ്പോൾ ഓൾറെഡി എൻ്റെ ഷേപ്പിലാണ് നിൽക്കണേ. അത് പിന്നെയും എടുത്ത് വരയ്ക്കാനൊന്നുമില്ല. ഇത് ഞാനൊരു സമാധാനത്തിന് കുറച്ച് തുമ്പത്തൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ബ്ലാക്ക് ഉടുപ്പ് തന്നെയാണ്. പിന്നെ ബാഗിൽ ഫയൽ കാര്യങ്ങൾ, മുടി കണ്ട നല്ല സുന്ദരി. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല ഭംഗിയിൽ കിടക്കുന്നുള്ളേ. അയ്യോ, പക്ഷേ ബസ്സിൽ കയറുമ്പോൾ ഞാൻ ക്ലിപ്പിടും. അതുകൊണ്ട് ഞാൻ ഇവിടെ ബാഗിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഞാൻ എപ്പോൾ പോകുമ്പോഴത് ഇതുപോലെ നല്ല സുന്ദരിയായിട്ട് തന്നെ പോവാറ്. ഞാൻ ദന്ത കോളേജിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ സമയം ഓൾറെഡി 3:45. എനിക്ക് എൻ്റെ ബസ് കിട്ടുമോ എന്നറിയില്ല, മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബസ് സ്റ്റോപ്പിക്ക് ഓടാൻ കഴിച്ചു. അങ്ങനെ ഈ ബസ്സൊക്കെ കിട്ടി. നമ്മൾ ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ടൗണിൽ പോയി ഞാൻ അങ്ങനെ മെഡിക്കൽ കോളേജ് ബസ്സിൽ കയറി ദന്തലിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇറങ്ങി. അപ്പോൾ നമ്മൾ സ്റ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 12 മണിക്ക് ഹോസ്പിറ്റലിലെത്തി. പക്ഷേ ഞാൻ സ്റ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഡോക്ടറെ കാണാൻ. പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റായി പോയി, കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പിന്നെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് മേടിക്കാം. അങ്ങനെ ഡോക്ടറെ കണ്ടു. നമ്മളൊക്കെ തിരിച്ചു അടിയിലാണ് ചെയ്തത്. ഈ അടുത്ത മാസത്തേക്കാണ് അങ്ങനെ ഞാനത് കുറച്ച് സ്ഥലത്തെത്തി. അങ്ങനെ ഞാൻ വണ്ടിയിൽ നല്ല ഉറങ്ങി. ടൗണിൽ നിന്ന് ബസ് കയറിയപ്പോൾ നല്ല വേദന, സ്ഥലം ഇങ്ങനെ വിട്ടുപൊളിയുണ്ട്. കാരണം ഒന്നാമത് നീരുവീഴ്ച, ജലദോഷം, പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ പല്ലിന് ടൈറ്റാക്കിയപ്പം നല്ല സുഖമുണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യം ചെറിയ രീതിയിൽ എനിക്കൊരു പോസ്റ്റ് കിട്ടി ഹോസ്പിറ്റലിൽ. സാധാരണ ഇങ്ങനെ ടൈം ലേറ്റ് ആവലില്ല. ഇന്നിപ്പം ഭയങ്കര തിരക്കുള്ള ദിവസമായതുകൊണ്ടായിരിക്കാം മിക്കവാറും. അപ്പം ഇനി നമുക്ക് അടുത്ത മാസം ഇപ്പോൾ പോകുന്നുള്ളൂ. അടുത്ത മാസം ഒരു 20 സംതിങ് അങ്ങനെ എന്തൊരു ദിവസമാണ് പോകേണ്ടത്. ഇതാണ് നമ്മൾ നേരത്തെ കാലത്ത് കണ്ടില്ലൊരു കിടച്ചടക്കുന്നു. അപ്പോൾ അതാണ് മൊത്തത്തിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ മുടിയൊക്കെ ഞാൻ കെട്ടി വെച്ചു. തലവേദന എടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മേല് കഴുകണം. നമ്മൾ പനിയും കൂടി ഉള്ളതല്ലേ, പുറത്തും കൂടെ പോയതല്ലേ. അത് കഴിഞ്ഞ്
എന്തായാലും ഫുഡ് കഴിക്കുക. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 3:45 പോണേ. വീട്ടിലെത്താറാവുന്നേ ഉള്ളൂ. ഞാനിപ്പോഴും പാടത്തു കൂടെ തന്നെ ഷോർട്ട് കട്ട് എടുത്ത് മറ്റേ റോഡ് കൂടെ പോകാനുള്ള ഇല്ല. പിന്നെ വണ്ടി പിടിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ വെറുതെ ഒരു 30 രൂപ കൊണ്ട് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഓട്ടോ വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് വീട്ടിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പലരും കരുതിയിരിക്കുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞു, ഞാൻ മാരീഡാണ് എന്നൊക്കെയാണ്. ഐ എം നോട്ട് മാരീഡ്. അതുപോലെ വേറെ കുറേ മീഡിയസിൽ ഞാൻ കണ്ടു ഞാൻ എന്താ പറയുക കല്യാണം കഴിഞ്ഞതാണെന്നൊക്കെ. ഞാൻ ഇതുവരെ എൻ്റെ അറിവിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. ഞാനിപ്പോഴും സ്റ്റിൽ സിംഗിൾ തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളടുത്ത് പറയണമെന്ന് തോന്നി. കാരണം ആ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ പലരും അങ്ങനെയാണത് സത്യമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഞാൻ തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് കാണിക്കുന്നത്. കുറേ പേര് ഇന്നാണെങ്കിൽ അത് അറിയണവരുണ്ടായിരുന്നു, സംസാരിച്ചു. അപ്പോൾ ഇങ്ങോട്ടും വയ്യ, ഞാൻ വേഗം വീട്ടിലേക്ക് നടക്കട്ടെ. അപ്പോൾ ലവ് യു ഗൈസ്. ബായ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.